ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പലപ്പോഴുമുള്ള കാരണം ആ കുടുംബത്തിൽ മതിയായ രീതിയിലുള്ള ആശയവിനിമയം നടക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു ഫാമിലിക്കകത്ത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ളത്. ലളിതമായി പറഞ്ഞാൽ മക്കൾക്ക് അച്ഛനോടോ, ഭാര്യയ്ക്ക് ഭർത്താവിനോടോ, മക്കൾക്ക് അച്ഛന് മക്കളോടോ, സഹോദരങ്ങൾ തമ്മിലോ നിസ്സങ്കോചം, നിർഭയം, ബഹുമാനത്തോടു കൂടി അല്ലെങ്കിൽ പരസ്പര ആദരവോടുകൂടി സംസാരിക്കുന്ന ഘട്ടങ്ങൾ പലപ്പോഴും കുറവാണ് എന്നാണ് ഇതിനർത്ഥം. പലപ്പോഴും പല വീടുകളിൽ കൊച്ചുങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത്, കൊച്ചുകുട്ടികളാകുന്ന സമയത്ത് കൊച്ചുകുട്ടികളെ ലാളിച്ചും ഓമനിച്ചുമൊക്കെ പലതരം കമ്മ്യൂണിക്കേഷൻ നടക്കാറുണ്ട്. പക്ഷേ ഈ കുടുംബത്തിലെ കമ്മ്യൂണിക്കേഷൻ നിലച്ചു പോകുന്നൊരു ഘട്ടം എന്ന് പറയുന്നത് ഈ കുട്ടികൾ അവരുടെ അഡോളസൻ്റ് സ്റ്റേജിലേക്ക് കയറുമ്പോഴാണ്, അവരുടെ കൗമാരക്കാലത്തേക്ക് കയറുമ്പോഴാണ്. നമുക്കറിയാമല്ലോ, ഒരു മനുഷ്യൻ അവൻ്റെ കൗമാരക്കാലത്തേക്ക് കയറുക എന്ന് പറഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ അന്നേ വരെ ഉറങ്ങിക്കിടന്നിരുന്ന, പ്രവർത്തിക്കാതിരുന്ന പല ഹോർമോൺ ഗ്രന്ഥികളും പ്രവർത്തനക്ഷമമാകുകയും പല ഹോർമോണുകൾ ഉൽപ്പാദനം നടത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യ ജീവിതത്തിലെ സുപ്രധാന കാലഘട്ടമാണല്ലോ കൗമാരം. ഈ കൗമാരക്കാലത്ത് കൗമാരക്കാരികൾക്ക് ശാരീരികവും മാനസികവുമായ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് പലപ്പോഴും രക്ഷിതാക്കൾ തിരിച്ചറിയാറില്ല. അവർക്ക് ആ സമയത്ത് സ്വത്വം കൈവരികയും അല്ലെങ്കിൽ അവനവനെക്കുറിച്ചുള്ള ഒരു ആത്മബോധം കൈവരികയും അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് ചെറുതായ ഒരു അകൽച്ച തോന്നുകയും അവരുടെ പിയർ ഗ്രൂപ്പ് അഥവാ സമപ്രായക്കാരോട് കൂടുതൽ അടുപ്പം തോന്നുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷമാണ് ഈ കൗമാര കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. ഈ സമയത്ത് അവർക്ക് ക്ഷോഭിക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് പ്രതികരിക്കുക, അന്നേ വരെ പ്രതികരിക്കാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ ഈ പ്രതികരണങ്ങളെ പല മാതാപിതാക്കളും തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ രൂക്ഷ പ്രതികരണത്തെ നേരിടേണ്ടത് കാർക്കശ്യത്തോടു കൂടിയാണ് എന്നുള്ള രീതിയിൽ വളരെ കർശന സ്വഭാവികളായി മാതാപിതാക്കൾ മാറാറുണ്ട്. പ്രത്യേകിച്ച് വീട്ടിലെ അച്ഛൻ മാറാറുണ്ട്. ഇതോടുകൂടി ആ വീട്ടിലെ അന്നേ വരെ നിലനിന്നിരുന്ന കമ്മ്യൂണിക്കേഷൻ്റെ രീതി മാറിപ്പോവുകയാണ്. ഈ കാർക്കശ്യം അച്ഛൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുക വഴി കൗമാരത്തിൽ എത്തിപ്പെട്ടവനും അവൻ്റെ സഹോദരങ്ങളായ കൗമാരത്തിൽ എത്തിപ്പെടാത്തവർക്കും ഒരുതരം ഭയത്തിൻ്റെ അന്തരീക്ഷം വീട്ടിൽ തോന്നുകയാണ് ഉണ്ടാകുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ തെറ്റു പറ്റുന്നത് രക്ഷിതാക്കൾക്കാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കൗമാര കാലഘട്ടത്തിൽ പലപ്പോഴും ഈ കുട്ടികൾക്ക് നമ്മിൽ നിന്ന് അകലാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കി അവരെ കൂടുതൽ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. ആ ചേർത്ത് പിടിക്കലിൽ അവരിൽ നിന്ന് അന്നേ വരെ ഉണ്ടാകാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. അതവൻ്റെ ഹോർമോൺ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ വീട്ടിൽ ഒരു കാർക്കശ്യത്തിൻ്റെ അന്തരീക്ഷവും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അഭാവവും, എനിക്ക് കിട്ടേണ്ട സ്നേഹം തോന്നുന്നില്ല, കിട്ടുന്ന വാക്കുകളെല്ലാം വളരെ പരുപരിക്കൻ വാക്കുകളാണ് എന്ന് തോന്നുമ്പോഴാണ് ഈ കുട്ടിക്ക് വീട്ടിലൊരു നെഗ്ലക്റ്റ് അഥവാ അവഗണന അനുഭവപ്പെടുകയും അവൻ നേരെ അവൻ്റെ പിയർ ഗ്രൂപ്പ് അഥവാ അവൻ്റെ സമപ്രായക്കാരുടെ ഗ്രൂപ്പിലേക്ക് മാറുകയും അവരുടെ സ്വാധീനത്തിന് വഴങ്ങുകയും ഇത് പല ഘട്ടങ്ങളിലും ലഹരിയുടെ ഉപയോഗത്തിനോ അല്ലെങ്കിൽ ചീത്ത പ്രവൃത്തികൾക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റു ഘട്ടങ്ങളിൽ പ്രണയങ്ങളിലേക്കോ ഒക്കെ നയിക്കപ്പെടുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മകൻ അവൻ ബാല്യത്തിലാവട്ടെ, കൗമാരത്തിലാവട്ടെ, യൗവനത്തിലാകട്ടെ, മധ്യവയസ്സിലാവട്ടെ, ഏത് പ്രായത്തിലും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ് എന്ന് വീട്ടിലുള്ള മുതിർന്നവർ മനസ്സിലാക്കണം. കമ്മ്യൂണിക്കേഷൻ്റെ വാക്കുകളും അതിൻ്റെ രീതികളും അതിൻ്റെ ശൈലികളുമൊക്കെ മാറിപ്പോകുമെങ്കിലും കമ്മ്യൂണിക്കേഷൻ നിലയ്ക്കാതിരിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് മോഡേൺ ഗാഡ്ജറ്റുകളുണ്ട്. മനുഷ്യരുടെ കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ട്, ടാബുകളുണ്ട്, പലരും കമ്പ്യൂട്ടറിൻ്റെ മുൻപിലാണ്. ഇങ്ങനെയൊക്കെ കുടുംബത്തിനകത്തെ പല കമ്മ്യൂണിക്കേഷനുകളും നിലച്ചുപോയി ഓരോരുത്തരും അവരുടേതായ ലോകത്ത് ജീവിക്കുന്നൊരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് വീട്ടിലെ കമ്മ്യൂണിക്കേഷന് സമയം കണ്ടെത്തുക. അത് രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴോ ഒക്കെ എന്തായാലും എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കും അരമണിക്കൂർ എന്ന് തീരുമാനിക്കുക. ആ സ്ഥലം ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഒരു നോ ഗാഡ്ജറ്റ് സോണായി പ്രഖ്യാപിക്കുക. ആരും മൊബൈൽ അങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് പറയുക. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഓരോരുത്തരും സ്വയം ആലോചിക്കുക,
അച്ഛൻ പ്രത്യേകിച്ച് ആലോചിക്കുക, അമ്മ പ്രത്യേകിച്ച് ആലോചിക്കുക. എൻ്റെ വീട്ടിലുള്ള മക്കളോടും ദൂരസ്ഥലങ്ങളിൽ പഠിക്കുന്ന മക്കളോടും ഞാൻ ഇന്ന് എത്ര സമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് സ്വയം ആലോചിക്കുക. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം നേരിടുമ്പോൾ അവരേത് പ്രായക്കാരായാലും ആ പ്രശ്നത്തെ നിർഭയമായി തുറന്ന് പറയാനുള്ള അന്തരീക്ഷം, അല്ലെങ്കിൽ തുറന്ന് പറയേണ്ടത് ആദ്യം തൻ്റെ മാതാപിതാക്കളോടാണെന്നും അങ്ങനെ തുറന്നു പറയാനുള്ള അവസരം വീട്ടിലുണ്ടെന്നും അങ്ങനെ തുറന്നു പറയുക വഴി ആ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാതെ അതിന് വേണ്ട രീതിയിലുള്ളൊരു പരിഹാരം എനിക്ക് കിട്ടുമെന്ന് ഈ കുഞ്ഞിന് ഒരു സ്വയം വിശ്വാസമുണ്ടാകുന്ന അന്തരീക്ഷമാണ് ഒരു കുടുംബത്തിലെ യഥാർത്ഥ കമ്മ്യൂണിക്കേഷൻ അഥവാ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും പ്രശ്നം പറഞ്ഞു തുടങ്ങുകയും അതിൻ്റെ അവസാനം ഒരു നെഗറ്റീവ് കമ്മ്യൂണിക്കേഷനിലേക്കും വേണ്ടാത്ത വാക്കുകളിലേക്കും ഒക്കെ ചെന്ന് ചേരുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നിലയ്ക്കുന്നതും അതേപോലെ തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. ഭാര്യയുടെ പ്രശ്നം എന്താണെന്ന് ഭർത്താവിന് മനസ്സിലാകുന്നില്ല, ഭർത്താവിൻ്റെ പ്രശ്നം എന്താണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല. ഇതെല്ലാം പ്രശ്നങ്ങളുടെ നടുവിൽ ഈ പ്രശ്നം ലഘൂകരിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണെന്നാണ് ഇന്നേ വരെ എൻ്റെ കൗൺസിലിംഗ് അനുഭവങ്ങളിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ഓർക്കുക, ഒരു വീട്ടിലേക്ക് സമ്പാദിക്കുക വഴി, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക നൽകുക വഴി ഒക്കെ നിങ്ങൾ കുടുംബത്തെ പരിപാലിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും നല്ല കുടുംബ പരിപാലനം കിടക്കുന്നത് ഏറ്റവും നല്ല ഫാമിലി കമ്മ്യൂണിക്കേഷനിലാണെന്ന് ഓർക്കുക. ഓക്കെ, താങ്ക് യു.